ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞേ നമുക്ക് അല്ലേ? അപ്പൊ ആ പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ അടുത്ത ടേമിന് വേണ്ടിയിട്ടുള്ള അല്ലെ, ക്രിസ്തുമസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ മലയാളം പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കരുത്. നമ്മൾ കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം മുന്നോട്ടുള്ള ക്ലാസ്സുകളിലെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലങ്ങളിലേക്ക്. നിങ്ങളുടെ ഓരോ ഘട്ടവും അല്ലേ, കോളേജ് സ്കൂൾ ഘട്ടം കഴിഞ്ഞ് അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ളതാണ് ഭാഷ എന്ന് പറയുന്നത് അല്ലേ. പലതരത്തില് നമുക്ക് എഴുതാനും അതുപോലെ വായിച്ചും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഭാഷ നമ്മൾ സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ടീച്ചറെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ജീവിതത്തിന്റെ ഉപ്പ് അടുത്ത ടേമിലേക്ക് വരുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പാഠം വായിക്കുമ്പോൾ അതിന്റെ ചില ഐതിഹ്യ കഥകളൊക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പറയി പെറ്റ പന്തിരുകുലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? പറയി അല്ലേ, പറയി പെറ്റ. പെറ്റ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസവിച്ച അല്ലെ. പന്തിരുകുലം അതായത് 12 മക്കളുള്ള ആ ഒരു പരമ്പര, ആ ഒരു ശൃംഖല എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് നമ്മൾ കുലം എന്ന് പറയുന്നത് കേട്ടോ. പറയി പെറ്റ 12 മക്കളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒരാളെ കഥ നമ്മൾ പഠിക്കുന്നുണ്ട് ജീവിതത്തിന്റെ ഉപ്പ് എന്ന് പറയുന്ന പാഠത്തില്. ഉപ്പുകൊറ്റിനെ പറ്റി ഒരാൾ മാത്രമല്ല, അതില് അഗ്നിഹോത്രിയെ പറ്റിയും അതില് ഒരു മകൻ, 12 പേരിൽ 2 പേര് അതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോ ഈ കഥയിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയണം. അതിനു മുമ്പ് നിങ്ങൾ നാരായണത്ത് ഭ്രാന്തനെ കേട്ടിട്ടുണ്ടോ? കവിത കേട്ടിട്ടുണ്ടാവും അല്ലേ? 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റും അമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞു തീ ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല എന്ന് പറയുന്ന നാരായണത്തു ഭ്രാന്തൻ അല്ലേ. നാരായണത്തു ഭ്രാന്തൻ അദ്ദേഹത്തിന്റെ ഒരു ശീലം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? നമ്മുടെ മലയുടെ ചുവട്ടിൽ നിന്നും മലയുടെ മുകളിലേക്ക് ഒരു കരിങ്കല്ല് ഉയർത്തി കൊണ്ടുപോകും. എന്നിട്ട് മലയുടെ ഏറ്റവും മുകളിൽ വരെ അതിങ്ങനെ കയറ്റി 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 കൊണ്ടുപോയിട്ട് ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്കിടും. എന്നിട്ട് അവിടെ നിന്നും പൊട്ടിച്ചിരിക്കും, അട്ടഹസിക്കും. പിന്നെ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന് ഈ കല്ല് വീണ്ടും ഉരുട്ടി മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് ഉരുട്ടിയിടും, തള്ളിയിടും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി. നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു നാരായണത്ത് ഭ്രാന്തൻ കഥകളിലൊക്കെ. ഈ നാരായണത്ത് ഭ്രാന്തൻ ആരാണ്? പറയി വെറ്റ പന്തിരുകുലത്തിലെ ഒരാളാണ്. അപ്പൊ പറയി അല്ലെ, ആരാണിത്? അച്ഛനും അമ്മയും 12 പേർക്ക് 12 മക്കളുണ്ടായി എന്നൊക്കെ പറഞ്ഞു. അതൊരു പറയി എന്ന് പറഞ്ഞു നമ്മള്. ഒരു കുലത്തിനെയോ ഒരു സമുദായത്തെയോ ഒന്നും നമ്മൾ പറയുകയല്ല, കാരണം അതൊരു ഐതിഹ്യ കഥയാണ് കേട്ടോ. അപ്പൊ പഞ്ചമി എന്ന പറയിക്ക് ജനിച്ച മക്കളാണ് കേട്ടോ. പറയി പ്രസവിച്ച 12 മക്കളെ പറ്റിയാണ് ഇത് നമുക്ക് പറയാനുള്ളത്. പറയി പെറ്റ പന്തിരുകുലം. അപ്പോ വരരുചിയാണ് ആര്? അച്ഛൻ. വരരുചി എന്ന് പറയുന്നത് പണ്ഡിതനാണ്, ബ്രാഹ്മണനാണ്. അപ്പൊ ബ്രാഹ്മണനായ പണ്ഡിതനായ രാജാവിന്റെ കൊട്ടാരത്തിലെ പണ്ഡിത സദസ്സിലെ അംഗമൊക്കെ ആയിരുന്നു ആര്? നമ്മുടെ വരരുചി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എങ്ങനെ ഒരു പറയ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടതായി വന്നു എന്നൊക്കെ നമുക്കൊന്ന് അറിയണം അല്ലേ? നിങ്ങൾക്ക് ആ കഥ അറിയാമോ? പലരും കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തോട്, വരരുചി പണ്ഡിത സദസ്സിലെ അംഗമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇദ്ദേഹത്തോട് രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം ഏതാണ് എന്ന്. രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം. പണ്ഡിതനായ ഇദ്ദേഹത്തിന് പെട്ടെന്നത് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിനുള്ള ഉത്തരം കണ്ടെത്തിയിട്ടേ അടങ്ങൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇല്ലെങ്കിൽ രാജാവും പറഞ്ഞു അല്ലെ, ഇത്ര ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരാം, അതിനുള്ളിൽ അങ്ങ് ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കണം എന്ന് വരരുചിയോട് രാജാവും ആവശ്യപ്പെടുകയുണ്ടായി. അതിന് അദ്ദേഹം ഇറങ്ങുകയാണ്. ഇതിന്റെ ഉത്തരം തേടിയുള്ള യാത്രയിൽ പല കാടുകളും മേടുകളും എന്ന് വേണ്ട പല സ്ഥലത്തും അദ്ദേഹം എത്തിപ്പെട്ടു. ഒരു ദിവസം ഇദ്ദേഹം ഒരു മരച്ചുവട്ടിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു.
ആ സമയത്ത് മരത്തിന്റെ മുകളിൽ നിന്നും ഒരു സംഭാഷണം ഇദ്ദേഹം കേൾക്കുകയാണ്. വനദേവതമാരും യക്ഷികളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു. നിങ്ങൾക്കറിയാമോ താഴെ കിടക്കുന്നത് വിശ്രമിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാപണ്ഡിതനായ വരരുചിയ എന്ന ബ്രാഹ്മണനാണത് എന്നൊക്കെ അവര് പറയുകയുണ്ടായി. ആ സമയത്ത് ഇദ്ദേഹം ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടി നടക്കുകയാണ്. അതിന്റെ ഉത്തരം ഏതാണെന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് അവർ ആ ഉത്തരം പറയുന്നു. രാമായണത്തിലെ ഏതാണ് മഹത്തായ ശ്ലോകം എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം രാമം ദശരഥം വിധി എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകമായിരുന്നു കേട്ടോ അത്. അപ്പൊ അതിന്റെ ഉത്തരം ആർക്ക് കിട്ടി? അന്വേഷിച്ച് നടന്നതിന്റെ ഉത്തരം ആർക്ക് കിട്ടി? വരരുചിക്ക് കിട്ടുകയാണ്. അപ്പോൾ വരരുചി ഏറെ സന്തോഷിക്കുന്നു. അടുത്തതായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് കേട്ട ഭാഷണം എന്താണ്? ഇദ്ദേഹത്തെ ഏറെ വേദനിപ്പിക്കുകയുണ്ടായി. എന്തു പറഞ്ഞിട്ടെന്താ? അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്നത് ഇന്ന് ജനിച്ച ഒരു പറയക്കുടിലിൽ ജനിച്ചു വീണ ഒരു പെൺകുട്ടിയെ ആയിരിക്കും എന്ന് അവര് പറയുന്നു. അപ്പൊ അദ്ദേഹം മനസ്സിൽ വിചാരിക്കും, ഒരിക്കലും സാധ്യമല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. പണ്ഡിതനായ ഉന്നത കുലജാതനായ എനിക്ക് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കേണ്ടി വരിക, അവരിൽ മക്കൾ ഉണ്ടാവുക എന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ അദ്ദേഹം സങ്കടപ്പെടുകയാണ്. എന്തും വരട്ടെ എന്ന് കരുതി അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോകുന്നു. ബുദ്ധിമാനാണല്ലോ. അപ്പൊ കൊട്ടാരത്തിൽ എത്തിയ ഉടനെ ഇതിന്റെ ഉത്തരം രാജാവിനോട് പറഞ്ഞ് നിരവധി സമ്മാനങ്ങൾ അദ്ദേഹം കൈക്കലാക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടി രാജാവിനെ അറിയിക്കുന്നു. ഇന്ന് ഒരു പറയക്കുടിലിൽ ജനിച്ച ഒരു പെൺകുട്ടി ഈ നാടിന് ദോഷമാകും, നാശങ്ങൾ വരുത്തി വെക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ ആ കുട്ടിയെ ഇല്ലാതാക്കണം എന്നും കൂടെ ഇദ്ദേഹം പറയുന്നു. അപ്പോ രാജാവ് പണ്ഡിതനാണല്ലോ, ഇദ്ദേഹം പറഞ്ഞതിൽ മറുവാക്കില്ലല്ലോ. അങ്ങനെ ഈ കുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ കുട്ടിയെ വെള്ളത്തിൽ തലയില് ആണിയൊക്കെ അടിച്ച് വെള്ളത്തിലൂടെ ഒഴുക്കി വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോ വരരുചി കരുതാണ്, ഇനി ഞാൻ ഇവളെ ഈ ഒരു കുട്ടിയെ വിവാഹം കഴിക്കേണ്ടതായിട്ടൊന്നും വരില്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ അദ്ദേഹം കരുതുകയാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഇങ്ങനെ ഈ നാട് നീളെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ബ്രാഹ്മണന്റെ കുടിലെത്തുകയാണ്. ബ്രാഹ്മണന്റെ വസതിയിൽ വീട്ടിലെത്തുകയാണ്. ആ സമയത്ത് എന്താണ് ഇദ്ദേഹം അതിഥിയാണല്ലോ, വരരുചി അതിഥിയായിട്ട് എത്തുകയാണ് അവിടെ അല്ലെ. ആ സമയത്ത് കയറിയിരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും. എനിക്ക് കുറച്ച് നിബന്ധനകളുണ്ട് എന്നൊക്കെ. അത് യുക്തിപരമായ ചില ചോദ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ യുക്തിപരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ ആ ഒരു നിബന്ധന സ്വീകരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോ വൃദ്ധ ബ്രാഹ്മണൻ വിചാരിക്കും ഇതെങ്ങനെ സാധിക്കും ഇദ്ദേഹത്തിന്? എന്നെ ഊണ് കഴിഞ്ഞാല് എന്ത് ചെയ്യണം? 4 ആള് ചുമക്കണം, 100 കൂട്ടം കറി വേണം, അങ്ങനെ കുറെ ആവശ്യങ്ങളായിരുന്നു. അപ്പൊ ബുദ്ധിമതിയായ ഇദ്ദേഹത്തിന്റെ മകൾ, ആ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി, ഇദ്ദേഹത്തിന്റെ മകൾ എന്തു പറയും? അച്ഛാ, അദ്ദേഹത്തോട് പോയി കുളിച്ചു വരാൻ പറഞ്ഞോളൂ, ഊണ് റെഡിയാക്കാം, അദ്ദേഹം പറഞ്ഞതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമാവും, അതിശയാവും, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ എന്നൊക്കെ ചിന്തിക്കും. അപ്പോ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ എന്താണ്? ഇഞ്ചിക്കറി അവര് കൊടുക്കും. 101 കൂട്ടം കറികൾക്ക് തുല്യമാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നുണ്ട്. അതുപോലെ 3 കൂട്ടി മുറുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെറ്റിലയും 100 അടക്കിയൊക്കെ കൂട്ടി മുറുക്കാൻ കൊടുക്കുന്നു. 4 ആള് ചുമക്കണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു കട്ടിലങ്ങ് ഒരുക്കി കൊടുക്കുകയാണ്, കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അത് തന്നെയായിരുന്നു കേട്ടോ അതിനുള്ള ആ ഒരു ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ബുദ്ധിമതിയായ പെൺകുട്ടിയെ ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം വരെയാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ പഞ്ചമി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ തലയിൽ പണ്ട് ആണി അടിച്ചു വിട്ട ആ ഒരു പാട് തലയില് ഇദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, വിധിയെ ആർക്കും തടുക്കാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിച്ചത് അന്ന് താൻ ഒഴിവാക്കാൻ കൊല്ലാൻ പറഞ്ഞ ആ പെൺകുട്ടിയെ തന്നെയാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർക്ക് 12 മക്കൾ ജനിക്കും. പക്ഷെ 12 മക്കളും ജനിച്ച ഉടനെ തന്നെ ഇവരെ ഉപേക്ഷിക്കാനാണ് വരരുചി പറയുന്നത്. വാകേറിയ ദൈവം കഴിക്കാനുള്ള വകയും കൊടുക്കും എന്നും പറഞ്ഞ് ഇവര് ഓരോ കുട്ടികളെയും ഇങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ
12 മക്കള്, വരരുചിക്കും പഞ്ചമിക്കും പിറന്ന 12 മക്കളാണ് ആര്? മേഴത്തോൾ അഗ്നിഹോത്രി, നാറാണത്ത് ഭ്രാന്തൻ, അകവൂർ ചാത്തൻ, ഉളിയന്നൂർ പെരുന്തച്ചൻ, പാക്കനാർ, വടുതല നായർ, കാരക്കലമ്മ. ഒരേ ഒരു പെൺകുട്ടി ട്ടോ, ഇവർക്ക് പിറന്ന ഒരു പെൺകുട്ടി, ഒരേ ഒരു പെൺകുട്ടി കാരക്കലമ്മ. ഉപ്പുകൊറ്റൻ. ആ ഉപ്പുകൊറ്റനെ പറ്റിയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത് ട്ടോ. ഉപ്പുകൊറ്റനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ തിരുവരങ്കത്ത് പാണനാർ, വള്ളോൻ, രചകൻ, വായില്ലാ കുന്നിലപ്പൻ. വായില്ലാ കുന്നിലപ്പൻ, ആ ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരോടും ജനിച്ച ഉടനെ തന്നെ എല്ലാ മക്കൾക്കും വായുണ്ടോ എന്ന് ചോദിക്കും വരരുചി. അപ്പൊ പഞ്ചമി പറയും വായുണ്ട്, എന്നാൽ അത് ഉപേക്ഷിച്ചേക്കൂ, അവിടെ ഉപേക്ഷിച്ചേക്കൂ, എങ്ങനെയെങ്കിലും അവർ ജീവിച്ചോളും അല്ലേ, വാകേറിയ ദൈവം തന്നെ തിന്നാനുള്ള വകയും കൊടുക്കും എന്ന് പറഞ്ഞ് ഓരോരുത്തരെ ഉപേക്ഷിക്കുന്നു. വായില്ലാ കുന്നിലപ്പൻ ജനിച്ചപ്പോൾ പഞ്ചമി എന്തു പറയും? വായുണ്ടോ എന്ന് വരരുചി ചോദിക്കുമ്പോൾ വായില്ല എന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വായില്ലാതാവുക തന്നെയാണ് ചെയ്തത്. വായില്ല എന്ന് വെറുതെ നുണ പറഞ്ഞതായിരുന്നു പഞ്ചമി കേട്ടോ. പക്ഷെ ആ വായു കൊണ്ട് അല്ലെങ്കിൽ ഒരു ഉപകാരവും ഉണ്ടായില്ല എന്നതാണ് സത്യം. വായില്ലാ കുന്നിലപ്പൻ. അപ്പൊ ഇത്രയും പേരാണ് അല്ലെ, 12 പേര് ആരാണ്? ഇത്രയും പേരാണ്. ഇതിൽ മേഴത്തോൾ അഗ്നിഹോത്രിയെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിന്റെ ഉപ്പ് എന്ന് പറയുന്ന കഥയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു കഥ, ഒരു പാഠഭാഗം വായിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ഒരു കഥ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ സ്നേഹത്തോടെ ശ്രുതി ടീച്ചർ ഇപ്പൊ പോവാണ്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.